എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ ഈ ചെളി വാരി അറിയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? നീ അങ്ങോട്ട് നോക്കി. അനീഷേട്ടനായിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയത്. എനിക്കതിനോട് പറയൊന്നുമില്ല. പറയുന്നവര് പറഞ്ഞോട്ടെ. ഒരാവേശത്തിലെടുത്ത് ചാടി ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നു ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. നെഗറ്റീവ് പറഞ്ഞവര് തന്നെ ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അനുമോൾ എന്ന വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത്. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വീട്ടിൽ പറയുള്ളൂ തെണ്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞു. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു, അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സന്തോഷം മാത്രമാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. സത്യം പറഞ്ഞാൽ വിഷമം ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്ന് പേടിച്ചിട്ടാ. ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് എനിക്കൊന്നും പറയാനില്ല. എല്ലാ മനുഷ്യരും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, എല്ലാം തികഞ്ഞവരല്ല, അത്രേ ഉള്ളൂ. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഞാൻ കുറച്ച് ഓവറായിട്ടില്ലേ? കപ്പ് കിട്ടാൻ അർഹത ഇല്ല എന്ന് പറയുന്നവർക്ക് അസൂയയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, അത് തന്നെ, അത്രേ ഉള്ളൂ. പോട്ടെ. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നമ്മൾ ഈ ലോകത്തുള്ളവരും ആരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു, എത്തിച്ചു. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. എല്ലാവരിടത്തും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്.